അച്ഛാ നമുക്ക് സ്കൈ ഷോട്ടും കമ്പിത്തിരി വേണ്ടറാ. അച്ഛൻ്റെ പൈസ ലേശം കുറവാണ്. എന്നാൽ നമുക്ക് കുറച്ച് പടക്കവും പുതിയ കുപ്പായും ലേശം പച്ചക്കറി എല്ലാം മേടിക്കാം. ആ പ്രശാന്തേ, മോനെ കൂട്ടിട്ട് എടുത്തേക്കാണ്. വിഷു അല്ലേ, മോനെ ഡ്രസ്സ് എടുക്കണം, കുറച്ച് പടക്കെല്ലാം മേടിക്കണം. പണിയെല്ലാം കുറവാണ്. വിഷു എല്ലാം ആഘോഷിച്ചോ? തരാനുള്ള പൈസ ആദ്യം തന്നിട്ട് ബാക്കിയെല്ലാം പറയാം. ഞാൻ നിന്റെ അടുത്തേക്ക് മാത്രമായിട്ട് ഇറങ്ങിയതാണ്. വിഷു കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ അങ്ങനെ ഒപ്പിച്ചു തരാം. അപ്പൊ അത്രേ പൈസ ഇല്ലു. ഏട്ടാ അച്ഛന്റെ ഇമേല് കുപ്പായും പടക്കും വാങ്ങാനുള്ള പൈസ മാത്രമേ ഇല്ലു. ആ മോൻ കൊള്ളാലോ, എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടല്ലേ. അധികം വർത്താനം പറയാണ്ട് പൈസ എടുക്കടാ. പ്രശാന്തേ, വിഷു ഓണയിലും വരുമ്പോൾ മാത്രമേ കയ്യിൽ പൈസ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. നീ അടുത്ത കൊല്ലം വിഷു ആഘോഷിച്ചാൽ മതി. കയ്യിലുള്ള പൈസയും എടുക്കണേ. 3000 റുപ്യ ഉണ്ട്. എന്താണ് ഇങ്ങനെ പ്രാവശ്യത്തെ വിഷു ഏതായാലും പോട്ട് വന്നെ. പ്രശാന്തേട്ടാ, ഞാൻ നിങ്ങൾ എത്ര ദിവസമായി അന്വേഷിക്കുന്നു. എന്തേ, എനക്ക് അനിയനെ മനസ്സിലായിട്ടില്ലല്ല. പ്രശാന്തേട്ടാ, എൻ്റെ വീട്ടിൽ വാതിലിന്റെ കട്ടിലിനൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ പ്രശാന്തേട്ടനെ അടുത്തത് കൊത്തുപണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് തുടങ്ങാൻ പറ്റുമോ? ഓ വരാലോ, അതിനെന്താ. സന്തോഷം. ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ അയക്കാം. അഡ്വാൻസ് കൂടെ വെച്ചു. അനിയാ ടൗണിലേക്കാ? അതെ, ടൗണിലേക്ക് തന്നെ പോയിരുന്നോ? വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഒന്നും അയച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല.